എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൂർത്തി മുത്തശ്ശൻ അനാമ്പയോട് പറയണം, നീ ചെയ്ത തെറ്റാണ്, നീ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, പോയാൽ പോലും അതുപോലെ ഒരിക്കലും നയനെ പിടിച്ച് തള്ളാനോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ പാടില്ലായിരുന്നു പറയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാമികയെ, നിന്റെ ഈ സ്വഭാവ രീതികളും പെരുമാറ്റവും നിന്റെ നാവൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ട സമയമായെന്ന് പറയണം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അത് മുത്തശ്ശ, എന്റെ സ്വഭാവം മാറ്റാനായിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാ. അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അവൾ ആ നന്ദു എന്നെ പിടിച്ച് തല്ലിയിട്ട് പോലും ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് വെട്ടി തിരിഞ്ഞ് അകത്തേക്ക് അവിടെ കയറി പോവാ. ആ പോക്കണ്ട വേണ്ടിച്ചാലും ജാനകി പറഞ്ഞു, മോൾക്ക് ഭയങ്കര വിഷമമായെന്ന് തോന്നേ, പാവം എന്റെ കുട്ടി, അവളുടെ ഇരു കവിളുത്തല്ലേ മാറി മാറി ആ നന്ദു അടിച്ചെന്ന് ചോദിക്കാം. മുത്തശ്ശൻ പറഞ്ഞു, അത് അവള് ചെന്ന് വാങ്ങിച്ചു കിട്ടിയതല്ലേ, അതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല, അവളായിട്ട് എന്ന് വാങ്ങിച്ചു കിട്ടിയത്, അതും ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നിനക്കിട്ട് നിന്റെയൊക്കെ കാരണത്തിനിട്ടാണ് ആ കൈ പതിപ്പിക്കണ്ടേ, അറിയാലോ. ഒന്നുമല്ലെങ്കിൽ ഇത്ര വിവരമൊക്കെ ആൾക്കാരില്ലേ, ഇത്ര വിവരവും ബോധമൊക്കെയുള്ള ആൾക്കാരില്ലേ, എന്നിട്ട് ഇതുപോലത്തെ പണി കാണിക്കേണ്ട കാര്യമുണ്ടോ? നീ എന്തിനാ അവളെയും കൂടി അങ്ങോട്ട് പോയെന്ന് ചോദിക്കാം. ജാനകി പറഞ്ഞു, അല്ലച്ചാ, അനി എന്തിനാ അങ്ങോട്ട് പോയത്? അനി പോയതിന്റെ കാരണം പറഞ്ഞല്ലോ, അവൾക്ക് ബ്ലഡ് കുറവുണ്ട്, അപ്പൊ അതുകൊണ്ട് തലവർക്കൊക്കെ ഉണ്ട് നയനിക്ക്, അതുകൊണ്ട് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാൻ പോയതാന്ന് പറഞ്ഞല്ലോ. അതിനിപ്പോ അനി പോകേണ്ട കാര്യം എന്തായിരിക്കണേ? അതിന് ആദർശ് പോയാ പോരെ, പിന്നെന്തിനാ അവൻ പോയെന്ന് ചോദിക്കുകയാണ്. ഇതിപ്പോ ആര് പോയാലും എന്താ കുഴപ്പമിരിക്കണേ, നിനക്കറിയാവുന്ന കാര്യമാണല്ലോ. ആദർശിനെ പോലെ തന്നെ അവന്റെ ഏട്ടത്തെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ ഏട്ടത്തേക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ പോയെന്നിരിക്കും, കണ്ടെന്നിരിക്കും, അത് മിണ്ടിന്നിരിക്കും, അതിനപ്പുറം വേറെ ഒന്നും ഇല്ലാന്ന് പറയണം. ഇതൊക്കെ അച്ഛൻ തന്നെ പറയണം. അതൊന്നും അല്ല അച്ഛൻ അവൻ പോകുന്നേ, അവൻ ആ നന്ദുവിനെ കാണാൻ വേണ്ടി പോന്ന. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആദർശനോട് ദേവേനു പറഞ്ഞു, ആദർശെ, നീ പോകുകയോ വരികയോ വേണം, എന്ത് വെള്ളം ചെയ്തോ, പക്ഷെ ഒരു കാരണവശാലും അനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നിനക്ക് പോകാനുള്ള അവകാശമുണ്ട്, നിന്റെ ഭാര്യയാണ്, പിന്നെ എന്തിന്റെ പേരിൽ അനി എപ്പോഴും പോണേ? ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ ദേവേനെ അങ്ങനെ പറയണേ? അനിക്ക് പോകാൻ അവകാശമില്ലേ? അനിയുടെ രണ്ട് ഏടത്തിമാരുടെ വീടാ അത്. പോരാത്തന്നെ ഇപ്പൊ നയനി അവിടെ ഉള്ളിടത്തോളം കാലം അനിക്ക് അവിടെ കയറി ഇറങ്ങി വരാം. അതിന് നീ അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയാം. അതല്ല അച്ഛാ, വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അതെ, അനി പോയെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു മുത്തശ്ശ, അതുകൊണ്ട് അവൻ പോയത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിട്ടല്ല. അതിവിടെ എല്ലാവരോടും എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലെന്ന് പറയാം. ദേവേനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആൾക്കും താല്പര്യമില്ലെങ്കിൽ കുടുംബത്തെ അലമ്പും വഴക്കുവാണെങ്കിൽ ഒരു പക്ഷെ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. അനാമയോട് ചിലപ്പോ പിണങ്ങി പോയെന്നിരിക്കും, അവളുടെ സ്വഭാവം അറിയാലോ. അതുകൊണ്ട് ഇനിയിപ്പോ കുടുംബം വെട്ടിപ്പിരിക്കണമെങ്കിൽ വെട്ടിപ്പിരിക്കാം. അങ്ങനെ വെട്ടിപ്പിരിച്ച് അവരവരുടെ വീതം അങ്ങോട്ട് കൊടുത്തു വിട്ടേക്കുവാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇനിയിപ്പം ഓരോരുത്തരുടെ വീതം കൊടുത്ത് വിടുവാണെങ്കിൽ പിന്നെ ഇത്ര വലിയ ഇറങ്ങിപ്പോക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല. അതല്ലേ ഏറ്റവും നല്ലത് നോക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതല്ലേ അച്ഛൻ നല്ലതെന്ന് ചോദിക്കുക. ഇത് കേട്ടപടി കേൾക്കാത്തപടി ആദർശ് പറഞ്ഞു, അമ്മയുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഇല്ല, ഇനിയിപ്പൊ അങ്ങനെ നടന്നാൽ പോലും അമ്മ പിന്നീട് ഒരിക്കലും മനസ്സിലാവും, എന്റെ അടുത്ത് നയന ഉണ്ടായിരുന്നെങ്കിൽ, അവൾ എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്നൊരു നിമിഷം ആഗ്രഹിക്കുന്ന നിമിഷം വരുമേ. അവളുടെ മനസ്സമ്മ മനസ്സിലാക്കാൻ വൈകി. അമ്മ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ സ്നേഹം കാണാൻ വൈകിയാണ് അമ്മയെന്ന് പറയാണ്. എപ്പോഴെങ്കിലും അവളുടെ മഹത്വം അമ്മ തിരിച്ചറിയൂന്ന് പറയണം എന്നും പറഞ്ഞ് ആദർശ് അകത്തേക്ക് കയറിപ്പോയി. ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു, ഇവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ അവളുടെ മഹത്വം മനസ്സിലാക്കുന്നു, അതിന് മാത്രം അവൾ എന്താ എനിക്ക് വേണ്ടി ചെയ്തു തന്നെ. ഇത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയി. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലേലും നിന്റെ മോൻ ആദർശ് മൂർത്തി ജ്വല്ലറിയുടെ MD ആണല്ലോ, അവനെ ഞാൻ ആ സ്ഥാനത്തിരുത്തണമെങ്കിൽ അവന് അതിൻ്റെതായ കഴിവും പ്രാപ്തിയുണ്ട്, ബുദ്ധി ചിന്തിക്കാനുള്ള കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ 3 വട്ടം അത് ഇരുത്തി ഒന്ന് ചിന്തിക്കണം, അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പൊ നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അവൻ ഒന്ന് കാണാതെ ഒന്ന് പറയുന്നവനല്ലെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടോണ്ട് ജലജിക്ക് ഒരു സംശയം, എന്തോ ടെസ്റ്റുകൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടല്ലോ, എന്തോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഒന്നുമില്ലാതെ ഒരു കാരണവശാൽ ആദർശം അങ്ങനെ പറയത്തില്ല. നയനെ ഇത്രമാത്രം പൊക്കി പിടിച്ചോണ്ട് നടക്കണമെങ്കിൽ അതിന്റെ പുണ്യ വ്യക്തമായി എന്തോ ഒരു ഉദ്ദേശലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാരണവശാല് ഇങ്ങനെ സംഭവിക്കില്ലെന്ന് മനസ്സ് വിചാരിക്കണം. ആ സമയം മുത്തശ്ശി പറഞ്ഞു, മോൻ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്കും പറയാനുള്ളത്, തറവാട് വെട്ടിപ്പൊളിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല.
പക്ഷേങ്കില് ഈ കുടുംബത്തിൽ നാളെ അലമ്പോ വഴക്കൊന്നും ഉണ്ടായിക്കൂടാ. നയനമോളെ പോലെ നല്ലൊരു പെൺകുട്ടി അവൾ ഈ കുടുംബത്തിലേക്ക് വന്നു കയറേണ്ടവള് തന്നെയാണ് വന്നു കയറിയത്. ഇനി നീ അവളെ മനസ്സിലാക്കാത്തോണ്ട ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആദർശിന്റെ അടുത്തേക്ക് മുത്തശ്ശൻ ചെല്ലുവാണ്. മുത്തശ്ശൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, ആ നയനമോക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാണ്. ഇല്ല, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല എന്ന് പറയാം. എന്തേലും ഉണ്ട് ഹോസ്പിറ്റലിൽ പോകണോട്ടോ, അതിന് വന്നിട്ട് വേണ്ടേ മുത്തശ്ശ, ഞാൻ പറഞ്ഞു മടുത്തെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അനി അങ്ങോട്ട് പോയതാ പ്രശ്നമായി പോയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, ശരിയാ, അനി പോകാൻ പാടില്ലായിരുന്നു, അവൻ അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു, അവന് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ ചെല്ലുമ്പോൾ വേണം മെഡിസിൻ വാങ്ങിച്ചു കൊടുത്താരെന്ന് പറയാം. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അവിടെയാ നിനക്ക് തെറ്റിപ്പോയ ആദർശേ, നിന്നെപ്പോലെ തന്നെയാ നിന്റെ അനി കാരണം അവൻ നിന്നെ കണ്ടു വളർന്നവനാ. നീ എത്രമാത്രം നയനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ അവന് നയനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നേക്കാൾ മുമ്പേ നയനെ മനസ്സിലാക്കിയവൻ അവന്. അതുകൊണ്ട് അവന്റെ ഏട്ടത്തിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അവനറിയാം. അപ്പൊ അവന്റെ ഏട്ടത്തിക്ക് ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അവൻ പെരക്കകത്ത് കയറിയിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല, അവനങ്ങനെ ഒരിക്കലും കയറി ഇരിക്കില്ല, അവിടെ സഹായിക്കാനായിട്ട് ചെന്നതാ. ഇത് കേട്ട ആദർശ് പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും മുത്തശ്ശ, പക്ഷെ ആ നന്ദു എന്ന് പറയുന്ന അവളുണ്ടല്ലോ അവിടെ, അപ്പൊ നന്ദു ഉള്ളിടത്തോളം കാലം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അനാമികയും ഇളയമയൊക്കെ പറഞ്ഞു നടക്കുമെന്ന് പറയാം. എനിക്കറിയാം, അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി ഇതുവരെയായിട്ട് അവർ തമ്മിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അനാമികയുടെ മനസ്സിൽ നന്ദുവാരും തമ്മിൽ ഇഷ്ടത്തിലാന്നൊരു ചിന്തയുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, ആ ചിന്ത ആദ്യം മാറ്റേണ്ട, ആ ചിന്ത ഉള്ളിടത്തോളം കാലം അവൾക്കും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശ, ഇങ്ങനെ ഓരോ ദിവസം കണ്ടു കഴിയുമ്പോഴത്തേനും അനാമികയുടെ നെഞ്ചിനകത്ത് നീറ്റിലാന്ന് തോന്നേ, അതാന്ന് തോന്നേ. മുത്തശ്ശൻ പറഞ്ഞു, അതിനിപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അനി അവൻ തമ്മിൽ നല്ലൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പക്ഷെ ഇങ്ങനെ ഈ കണ്ടീഷനാ പോകുന്നെങ്കിൽ എത്ര കാലം മുന്നോട്ട് പോകുന്ന പോലും പറയാൻ പറ്റില്ല. ആദർശ് പറഞ്ഞു, അതാ എനിക്കൊരു വിഷമം എന്ന് പറയണേ, നീ വിഷമിക്കൊന്നും വേണ്ട മോനെ, ദയവായിട്ടൊരു വിധി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ നടക്കത്തുള്ളൂ, നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം കനികയോ ഗോന്ദനും കൂടെ പാഞ്ഞു പറക്കി വീട്ടിലേക്ക് വരുവാണ്. നയനെ പതുക്കെ അവിടെ സിറ്റോടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. മോളെ നയനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിൽ പോയാലെന്നൊക്കെ ചോദിക്കുക. അമ്മേ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഹാളി വന്നിരിക്കുവോ? ഒരിക്കലും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല അമ്മേ, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഗോവിന്ദൻ പറഞ്ഞു, മോളെ എന്നാലും ഇല്ല. അല്ല, ആരെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ? അത് അനിമോന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അനിയനെ വിളിച്ചപ്പോഴെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണം. അത് കുഴപ്പമൊന്നുമില്ല നന്ദൂട്ടാ, നിനക്കിപ്പോ സന്തോഷമായല്ലോ അല്ലേ എന്ന് കനക നന്ദുവിനോട് ചോദിക്കുക. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അമ്മ ഞാൻ എന്ത് തെറ്റിയെന്ന് അമ്മ പറയണേ? അനി ഇങ്ങോട്ട് വന്നു, അതിന്റെ പേരിൽ കിടന്ന് വഴക്കുണ്ടായി കഴിഞ്ഞപ്പം അനാമിയ നയനേച്ചിനെ പിടിച്ച് തള്ളി. ആ സമയത്ത് ഞാനത് കണ്ടുകൊണ്ട് നിൽക്കണമെന്നാണ് പറയണേ. ഗോവിന്ദൻ പറഞ്ഞു, ആ സമയത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോകും കനകയെ, നന്ദുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് പറയാ. ഗോവിന്ദേട്ടാ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കണ്ടേ നല്ലത്, ഒരിക്കലും അങ്ങനെ സാഹചര്യം ഉണ്ടാക്കരുത്, അതാണ് നമ്മൾ നോക്കണ്ടേ, ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അനി ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അവൻ ഇങ്ങോട്ട് വരാതിരിക്കുവായിരുന്നെങ്കിലോ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ? ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. വെറുതെ. ഇനിയെങ്കിലും നന്ദു, നീ ഒരു കാര്യം ചെയ്യണം, അവനോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറയണം എന്ന് പറയണം. നന്ദു പറഞ്ഞു, ഞാൻ എന്ത് തെറ്റിയെന്ന് അമ്മ പറയണേ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? നീ അവനും തമ്മിൽ കോണ്ടാക്ട് ഇല്ലേന്ന് ചോദിക്കാം. അമ്മ എന്തൊക്കെയാ പറയണേ? ഞാൻ അവനെ വിളിക്കാറ് പോലും ഇല്ലെന്ന് പറയാ. അവന് കാണാൻ വരുന്നിട്ട് അവന്റെ ഏട്ടത്തിനെ കാണാൻ വേണ്ടിയാ വരുന്നേ. നയന പറഞ്ഞു, അത് ശരിയമ്മേ, എന്നെ കാണാനായിട്ടാ വരുന്നേ. അത് മോളെ, അതൊക്കെ പറഞ്ഞു, പക്ഷെ എങ്കിലും പുറത്തറിയപ്പെടുന്നത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് നമ്മള് കാര്യമില്ലെന്ന് പറയാ. നയന പറഞ്ഞു, ഇനി അങ്ങനെയൊന്നുമില്ല, ഞാൻ അനിയെ ഒന്ന് ഉപദേശിച്ചാ വിട്ടേക്കുന്ന, അവനിനി ഇങ്ങോട്ട് വരത്തില്ല, പോരാത്തന്നെ ആദർശേട്ടനും പറഞ്ഞോളും, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വിഷമമൊന്നും വേണ്ടമെന്ന് പറയണ. പേടിയും വിഷമം അല്ല മോളെ, മോൾക്കറിയാലോ അനന്തപുരിക്കാരുടെ ദേവേന്റെ ഈ പറയുന്ന ജാനകിയുടെ ഒക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പറയണേ, എനിക്കതൊക്കെ അറിയാന്ന് പറയണ. ഈ സമയത്ത് കനക പറഞ്ഞു, ഇത് നന്ദൂട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ ഇനിയിപ്പൊ അവനെ കാണാൻ ശ്രമിച്ചേക്കല്ലെന്ന് പറയണം. ഇത് വല്ലാത്ത പുലിവാലായല്ലോ, എത്ര വട്ടം ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, ഇപ്പൊ ഞാനാണ് കുറ്റക്കാരിയല്ലേന്ന് ചോദിക്കാം. അതെ, നീ ഇനി പുറത്തു വെച്ചാണെങ്കിലും അവനെ കാണാൻ ശ്രമിക്കണ്ടെന്ന് പറയണം. അമ്മേ, ഞാൻ പുറത്തേക്ക് പോലും പോകുന്നില്ല, കാരണം എന്താ, ഇനിയിപ്പൊ അനിയെ കണ്ടു കഴിഞ്ഞിട്ട് മിണ്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട് അനന്തപുരി ചെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം ഒഴിവായി നടക്കുക. ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടെങ്കിലും പോയേക്കാം, വേറെ വല്ല നാട്ടിലേക്കും പോയേക്കാന്ന് പറയാം. കന പറഞ്ഞ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചാലും കുഴപ്പമില്ല, മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയണം.
നന്ദുവിന് വല്ലാത്തൊരു സങ്കടവും ടെൻഷനായിപ്പോയി. പെട്ടെന്ന് അയന കനകയോട് പറഞ്ഞ്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അവളുടെ മനസ്സ് വേദനിച്ചില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, പിന്നെ എന്താ ഞാൻ എന്താ പറയണ്ടേ എന്ന് ചോദിക്കണം. നന്ദു പറഞ്ഞു, ഓഹോ അപ്പൊ ഞാൻ എവിടെ അധികം പറ്റില്ലേ, ഞാൻ അങ്ങോട്ട് പോയി തന്നേക്കാന്ന് പറഞ്ഞു ചെന്ന് സ്കൂട്ടിയുടെ കീ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങണം. ദേമൻ നന്ദൂട്ടൻ പോയെന്ന് പറയണം. അവള് പോട്ടെ, അവള് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങ് തിരിച്ചു വന്നോളൂ. മോൾ ഇങ്ങോട്ട് വാ, മോളെ കൊണ്ട് മുറി കിടത്താന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ സമയം നന്ദു സ്കൂട്ടി എടുത്തോണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിങ്ങനെ നിൽക്കുവാണ് റോഡ് സൈഡിൽ. അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി ഈ കാഴ്ച കണ്ടു. അനി പെട്ടെന്ന് നന്ദുവിന്റെ അടുത്തേക്ക് വരുവാണ്. നന്ദുവിന്റെ അടുത്ത് വന്ന് ഇപ്പൊ നന്ദു പറഞ്ഞു, ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു, എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കോൾ എടുക്കുന്ന വേറെ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ അത് മതി, അടുത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വിളിക്കായിരുന്ന. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായി. ഇനി ദൈവത്തെ ഓർത്ത് നീ എന്നെ കാണാൻ വരരുത്, എന്നോട് സംസാരിക്കരുത്. അറിയാലോ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയാലോ, അതൊക്കെ തന്നെയാണ് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ. നീ ആയിട്ട് ഇനി വേറൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, നന്ദു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അനി ഒരു കാര്യം മനസ്സിലാക്കണം, അനിയുടെ അനാമികയുടെ വിവാഹം കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. ആദർശാണ് എത്രമാത്രം അനിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാലോ. അപ്പൊ അനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിട്ട് ആദർശാണ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആദർശന്റെ അനിയനാ അനി. അപ്പം അനിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പറയാം. ഇതൊക്കെ ശരിയാ നന്ദു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. അവള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി, അവളെ എനിക്ക് ഇതുമായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ച് അവൾക്ക് എന്നെ അങ്ങനെ തന്നെയാ. ഞങ്ങൾ തമ്മിലൊരു സ്നേഹം ഉണ്ടായിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു താലി ബന്ധത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധം ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പം നന്ദുവിന് ആപ്പാടെ സങ്കടമായി. നന്ദു പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞ സത്യവാ. നന്ദു പറഞ്ഞു, അനി കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അനാമിക ഭാര്യ എന്നുള്ള ചിന്ത ഓർമ്മ വേണമെന്ന് പറയാം. അതൊക്കെ ശരിയാ നന്ദു, പക്ഷെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അവൾ ഒരിക്കലും ഒരു നല്ല ഭാര്യയാവാനായിട്ട് അവൾക്ക് സാധിക്കില്ല. അവൾക്ക് അഹങ്കാരം മാത്രം കുഞ്ഞുകൂടിയിരിക്കുന്നത്. അവള് എന്നെ സ്നേഹിക്കാനോ അല്ലെ എന്നോടൊപ്പം ചെലവഴിക്കാനോ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അവൾക്ക് പണവും കാര്യങ്ങളും ഒക്കെ മാത്രം മതി. വെല്ലുമേനെ അവരെയൊക്കെ കയ്യിലെടുത്ത് സൂപ്പിച്ച് അവിടെ നിൽക്കാനായിട്ട് അവളുടെ ഭാവം എന്ന് പറയണം. എന്തെങ്കിലും ആയിക്കോട്ടെ, അനിയുടെ ഭാര്യയല്ലേ, അപ്പൊ അവളെ നോക്കണ അനിയുടെ കടമയില്ലേ നിൽക്കും. കടമയാണ് പോലും. ഇത് കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ അങ്ങനെ ആരും ദ്രോഹിക്കാൻ പോകുന്ന ആളല്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് കയറിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ലെന്ന് പറയാ. അവളെ പോലെയുള്ള ഒരുത്തിരെ ഭാര്യയാക്കിയത് എന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്റെ മനസ്സിന്റെ വിങ്ങിൽ ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഞാൻ ആരോടെ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഇനി ആരോട് ചെന്ന് പറഞ്ഞാലും എനിക്കിന്റെ സൊല്യൂഷൻ കിട്ടുന്നതെന്ന്. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അനാമികയുടെ പ്രശ്നം കാണാൻ ഞാനും ജോത്സ്യനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ജോത്സ്യൻ പറഞ്ഞ എന്താണെന്നറിയാവോ? പിരിയാൻ പോകുന്ന രണ്ടുപേര് താന്ന് ഞാനും അനാമികയും അതേ കാലം ഒന്നിച്ച് ജീവിക്കില്ല എന്ന്. ഇത് കേട്ടത് നന്ദുവിന് വല്ലാത്ത ടെൻഷനായി. അതുകൊണ്ട് ഇനിയിപ്പൊ അവളെ എത്രമാത്രം എന്നോട് യോജിപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ രണ്ടും ഒരിക്കലും യോജിക്കാനായിട്ട് പോകുന്നില്ല. ഈ പറയുന്ന അനാമിക വേറെ വഴി, ഞാൻ എന്റെ വഴിയെ പോകുന്നതെന്ന് പറയണം. നന്ദുവിന് വിഷമമായി പോയി. നന്ദു പറഞ്ഞ അനി ഞാൻ കൂടുതലൊന്നും പറയണ്ട. അറിയാലോ എന്റെ മനസ്സിലെ ചില സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തുള്ളൂ. പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നുന്നവരെ ഞാൻ കാണും, സംസാരിക്കും, എല്ലാം ചെയ്യും. അതിനാരും തടയാണ്ട് ശ്രമിക്കേണ്ട. അതാരും തടഞ്ഞാലും ഞാൻ അതിനകത്ത് നിൽക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ആദർശ മുറിയിലേക്ക് വന്നപ്പോഴത്തേനും ദേവേന് പറഞ്ഞു, എന്തൊക്കെയാടാ ഇവിടെ നടക്കണേന്ന് ചോദിക്കുക. എന്താമേ? അല്ല ഇനിയിപ്പൊ അനാമിക മോള് പിണങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോവാണെ പോട്ടമ്മേ, വെറുതെ അവിടെ പോയി നിൽക്കട്ടെ. എനിക്ക് അവളുടെ സ്വഭാവം അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. അവിടെ അത്ര ശരിയല്ല. അവള് മാത്രമല്ല അവളുടെ വീട്ടുകാർ ശരിയല്ലെന്ന് പറയാം. നീ എന്താ ആദർശം ഇങ്ങനെയൊക്കെ പറയണേ? പിന്നില്ലാതെ അവള് ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ അമ്മയും കൂടെ കണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പൊ അവളെ സപ്പോർട്ട് ചെയ്ത് അമ്മയൊക്കെ തുടങ്ങുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ആ ശരിയാ, അനാമയോളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുക തന്നെ ചെയ്യും. അവളെന്റെ മരുമോളല്ല, എന്റെ മോളാണ്. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറയണം. അപ്പൊ സ്വന്തം മരുമോളെ തള്ളിക്കളഞ്ഞിട്ട് അമ്മ ഇതുപോലത്തെ പരിപാടി ചെയ്യുന്നല്ലേന്ന് ചോദിക്കും. അതിന് അവളെ ആരെയാടാ മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? അമ്മ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയാ. കണ്ടോ, അതിനെ അധികം താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാക്ക മലർന്നു പറക്കുമെന്ന് പറയാം. നമുക്ക് നോക്കാം എന്നൊക്കെ ആദർശം പറയണം. പിന്നീട് ദേവേന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി തന്നെ ഒന്ന് കൊണ്ടുപോകണം. മലയ്ക്ക് പോയി വന്നതിന് ശേഷം മതി. 2 ദിവസം ഉണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദർശം പറഞ്ഞു, അല്ലമ്മേ ആ കുട്ടിക്ക് വയ്യായിരിക്കുമല്ലേ, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ആ മോളെ കാണണം, ആ മോളെ കണ്ടതിന് നന്ദി വാക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോകണം. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യാനും അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം
നയനെന്ന് പറഞ്ഞ ആരെയാണ് കൊണ്ടേ കാണിക്കണ്ടേ എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.